സിവിൽ സർവീസിന് ബദലായി കേരളം തുടങ്ങിയ KAS-ഉം പ്രതിസന്ധിയിൽ 4.5 വർഷം കഴിഞ്ഞിട്ടും KS-ൽ പുതിയ വിജ്ഞാപനം PSC പുറത്തിറക്കിയിട്ടില്ല. അപ്രഖ്യാപിത നിയമന നിരോധനമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ നിയമനങ്ങളെയും ബാധിച്ചിരിക്കുന്നത്. 2019 ആദ്യമായിട്ടും അവസാനമായും KAS-ന്റെ പരീക്ഷ നടത്തുന്നത്. 2 വർഷം കൂടുമ്പോൾ വിജ്ഞാപനമിറക്കാമെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ 4.5 വർഷം പിന്നിട്ടിട്ടും പുതിയ വിജ്ഞാപനമിറക്കാനോ പരീക്ഷ നടത്താനോ PSC-യും തയ്യാറായിട്ടില്ല. 105 ഉദ്യോഗാർത്ഥികളാണ് ആദ്യഘട്ടം യോഗ്യത നേടിയത്. ഇതിനുശേഷം ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില തസ്തികകളിലേക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഒഴിവിലേക്ക് PSC തസ്തികകൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും KAS-ൽ അങ്ങനെ വേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി 44 ഒഴിവുകൾ കണ്ടെത്തിയെങ്കിലും ഇവ PSC-ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട പല വകുപ്പുകൾക്കും പൊതുഭരണ വകുപ്പ് നോട്ടീസ് നൽകിയെങ്കിലും ഭൂരിപക്ഷം വകുപ്പ് മേധാവികളും ഒഴിവുകൾ അറിയിച്ചിട്ടില്ലെന്നാണ് വിവരം. സെക്രട്ടേറിയറ്റിലെ ചില ഡെപ്യൂട്ടേഷൻ ഒഴിവുകൾ KAS-ന് നൽകണമെന്ന ധാരണയായെങ്കിലും ഉദ്യോഗസ്ഥരുടെ താൽപര്യക്കുറവ് കാരണം നടപടി മുന്നോട്ട് പോയിട്ടില്ല. ജനം, തിരുവനന്തപുരം.